ഹായ് ഡിയർ മക്കളെ മക്കളെ റാപ്പിഡ് റിവിഷൻ സീരീസിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് ഈ സീരീസിൽ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു മക്കളെ. അത് വേറൊന്നുമല്ല, ബാച്ചിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു. അത് മാത്രമല്ല, സേ ബാച്ചിലെ കുട്ടികൾക്ക് അവർക്കൊരു എക്സാം ഒക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ്. സോ നല്ല രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അത് ഏതായാലും കംപ്ലീറ്റ് ചെയ്തു. മിക്ക കുട്ടികളും കോൺഫിഡൻസ് ആയി എന്ന് പറയുകയുണ്ടായി. സോ അതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ മക്കളെ. അപ്പോൾ എന്തായാലും ആദ്യം സോറി പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് കിടക്കുവാണ്. അപ്പോൾ നിങ്ങൾ മറന്നുപോയൊന്നുമല്ല കേട്ടോ. മക്കളെ, പാർട്ട് 13 നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വെക്റ്റർ ഒൾജീബ്രയാണ്. ഓക്കെ, വെക്റ്റർ ഒൾജീബ്രയിലെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലേ. പ്രൊജക്ഷൻ, യൂണിറ്റ് വെക്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു നമ്മൾ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മക്കളെ ഇത് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഓക്കെ, യൂണിറ്റ് വെക്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എയോടും ബിയിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷനാണ് എ ക്രോസ് ബി ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എന്താണ് എ ക്രോസ് ബി എന്ന് പറയേണ്ടത്? എ ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കൂ. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതി എടുത്തേടാ. കൺസിഡർ രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. വെക്റ്റർ എയും വെക്റ്റർ ബിയും എന്ന് പറഞ്ഞ രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യം എ ക്രോസ് ബി കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് എ ക്രോസ് ബി കണ്ടുപിടിക്കുന്നത്? മക്കൾ, എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എ ക്രോസ് ബി ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇപ്പോൾ എ എന്ന് പറഞ്ഞ് നമുക്ക് തരുവാണ് 2i പ്ലസ് 3j മൈനസ് 4k. ബി എന്ന് പറഞ്ഞ മറ്റൊരു വെക്ടർ തരുവാണ് i മൈനസ് 7j പ്ലസ് 3k. ഇങ്ങനെ തരുവാണെങ്കിൽ ഈ രണ്ട് വെക്ടർ തമ്മിലുള്ള ക്രോസ് ആണെങ്കിൽ മക്കളെ ഡോട്ട് എടുക്കാൻ നമ്മൾ പഠിച്ചല്ലേ. ചുമ്മാ 2 ഇൻറ്റു 1 ഇവിടുത്തെ നമ്പരും കൂടി ഇൻറ്റു ചെയ്യുക. അതേപോലെ ജെയുടെ ഈ ടേമും കൂടി ഇൻറ്റു ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് കിട്ടും. പക്ഷേ ക്രോസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല. ക്രോസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഐ ജെ ഒക്കെ എഴുതും. എന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ചൊരു ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആണ് ക്രോസ് പ്രോഡക്റ്റ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏത് ചാപ്റ്ററാണ്. ഇങ്ങനെയാടാ, ഐ ജെ കെ ഏതാണ്? ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ചാപ്റ്റർ. എന്ന് പറയുമ്പോൾ ഐ ജെ കെ നമ്മൾ ആദ്യം മുകളിൽ എഴുതുക. എന്നിട്ട് ആദ്യം എ ആണെങ്കിൽ എയുടെ കമ്പോണൻസ് നമ്മൾ ഇവിടെ എഴുതുക. അടുത്ത ബിയുടെ കമ്പോണൻസ് നമ്മൾ ഇവിടെ എഴുതുക. അത്രേ ഉള്ളൂ. ബാക്കി ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ 2, 3, -4. 2, 3, -4. സോ ഇവിടെ ഐ എന്നാണ്. ഐയുടെ കൂടെയുള്ള ടേം 1 ആണ്. ഇവിടെ 1 -7 + 3. അവിടെയുള്ള മൈനസ് സിമ്പിൾ ഉണ്ടെങ്കിൽ മൈനസ് സിമ്പിൾ പ്രത്യേകം ഇടാൻ മറക്കരുത് കേട്ടോ. 1 -7 + 3. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ബാക്കി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് കണ്ടായിരുന്നല്ലോ അല്ലേ. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ പഠിച്ച മക്കൾക്ക് ഇത് വളരെ എളുപ്പമാണ്. ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. ബാക്കി ഓപ്പൺ ചെയ്യുക. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കാം. മക്കളെ, എ ക്രോസ് ബി. എ ക്രോസ് ബി എല്ലാവരും എൻ്റെ കൂടെ തന്നെ എഴുതിക്കോണേ. ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം മക്കളെ, ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ക്രോസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻ്റ് ടു, എന്നിട്ട് ഐ ജെ കെ. ഓക്കെ, എന്നിട്ട് എയുടെ കമ്പോണൻസ്, എ എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? 2i, ഐയുടെ കൂടെയുള്ള 2. സോ 2 എഴുതി. വളരെ സ്ലോ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോണം. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ ജെയുടെ കൂടെയുള്ള ടേം, ജെയുടെ കമ്പോണൻറ്റ്, ജെയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. പിന്നെ അവിടെ കെ ഉണ്ടോടാ മക്കളെ? നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ, അവിടെ കെ ഉണ്ടോ? ഐയും ജെയും ഉള്ളൂ. കെ എന്ന് പറയുന്ന ടേം ഇല്ലെങ്കിൽ ഇവിടെ 0 ഇട്ട് കൊടുക്കുക. ഇനി ജെയുടെ ടേമാണ് ഇല്ലാത്തതെങ്കിൽ ജെക്ക് 0 ഇട്ട് കൊടുക്കുക. അതേ സ്ഥാനത്ത് നമ്മൾ 0 ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ, പിന്നെ ഐയുടെ ടേം ഇല്ലെങ്കിൽ ഇവിടെ 0 ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഇവിടെ കെയുടെ ടേമാണ് ഇല്ലാത്തത്, അതുകൊണ്ട് കെയുടെ സ്ഥാനത്ത് ഞാൻ 0 ഇട്ട് കൊടുത്തു. അടുത്ത ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഇതേപോലെ എഴുതാം. 3, 1, +4. 3, 1, 4 എഴുതി. ബാക്കി പഴയ പോലെ തന്നെ ഡിറ്റർമിനൻ്റ് ഓപ്പൺ ചെയ്യുക. പ്ലസ്, മൈനസ്, പ്ലസ് ഓപ്പൺ ചെയ്തോടാ. എങ്ങനെയാണ്? ആദ്യം ഐ പ്ലസ് ആണ്. സോ പ്ലസ് ഐ ഇൻറ്റു, പിന്നെ മൈനസ് ജെ ഇൻറ്റു,
പ്ലസ് കെ ഇൻറ്റു ഇങ്ങനെയാണല്ലോ ഡിറ്റർമിനൻ്റ് ഓപ്പൺ ആക്കണത്. ഡിറ്റർമിനൻ്റ് ഓപ്പൺ ആക്കാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്തോടാ മക്കളെ. ഐ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഈ ഐ ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക. ബാക്കി എന്താ കിട്ടും? 1 0 1 4 1 0 1 4. അടുത്തത് ജെ ഇൻറ്റു എന്ന് പറയുമ്പോൾ ജെ ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക. 2 0 3 4 2 0 3 4. ഓക്കെ. അടുത്ത കെ ഇൻറ്റു എന്ന് പറയുമ്പോൾ കെ ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക. 2 1 3 1 2 1 3 1. സിമ്പിളായിട്ട് എഴുതി. ബാക്കി നമുക്ക് ഓപ്പൺ ചെയ്യാൻ അറിയാലോ. യെസ്, ബാക്കി ഓപ്പൺ ചെയ്യാൻ നമുക്കറിയാം. ഐ ഇൻറ്റു എന്ത് ചെയ്യണോടാ? ഇത് നമ്മൾ ഇൻറ്റു ചെയ്യണം അല്ലേ? കാൽക്കുലേറ്റർ എടുത്തിട്ട് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കടാ. 1 ഇൻറ്റു 4 മൈനസ് 0 ഇൻറ്റു 1 ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ എത്ര വരും? 1 ഇൻറ്റു 4 4 മൈനസ് 0 4 തന്നെ വരും അല്ലേ? യെസ്. അടുത്ത മൈനസ് ജെ ഇൻറ്റു ഇവിടെ 2 ഇൻറ്റു 4 8 മൈനസ് 3 ഇൻറ്റു 0 0. സോ 8 എന്ന് വരും. പ്ലസ് കെ ഇൻറ്റു 2 മൈനസ് 3 ഉള്ളത് മൈനസ് 1 എന്ന് വരും. ഇത്രയുള്ള മക്കളെ കഴിഞ്ഞു. ഇതേ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4 ഇൻറ്റു ഐ 4i എന്ന് എഴുതാം. 8 ഇൻറ്റു ജെ 8j അവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 8j എന്ന് എഴുതാം. ഇവിടെ മൈനസ് 1 ഇൻറ്റു കെ മൈനസ് 1k. സിമ്പിൾ പരിപാടി. നമ്മുടെ എന്ത് കിട്ടി? എ ക്രോസ് ബി കിട്ടിയല്ലോ. ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ഡോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമ്പർ, ഒരു വാല്യൂ കിട്ടും അല്ലേടാ? 10 9 അല്ലെങ്കിൽ 0 എന്നൊക്കെ പറഞ്ഞൊരു വാല്യൂ കിട്ടും. അപ്പം അതിനെയാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് സ്കെയിലാർ പ്രോഡക്റ്റ്. എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു നമ്പർ, ഒരു വാല്യൂ ആണെങ്കിൽ അതിനെയാണ് സ്കെയിലാർ പ്രോഡക്റ്റ് അഥവാ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ കിട്ടിയ ക്രോസ് എന്ന് പറയുന്ന ഈ സംഭവം നമുക്ക് കിട്ടുന്നത് സ്കെയിലാറിലാണോ? സ്കെയിലാർ എന്ന് പറയുന്നത് നമ്പറായിട്ടാണോ കിട്ടുന്നത്? 10 എന്നോ 15 എന്നൊക്കെ പറഞ്ഞ നമ്പറായിട്ടാണോ കിട്ടുന്നത്? അല്ല, ഐ ജെ കെ ഉള്ള ഒരു ടേം ആണ് കിട്ടുന്നത്. ഐ ജെ കെ ഉള്ള ഈ ഒരു ടേമിനെ പറയുന്ന പേരെന്താണ്? വെക്റ്റർ അല്ലേ? സോ നമുക്ക് കിട്ടുന്നത് വെക്റ്റർ ആയിട്ടാണ് കിട്ടുന്നത്. കാര്യം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ, ഒരു സ്കെയിലാർ ആണ് കിട്ടുന്നത്. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെക്റ്റർ ആണ്. വെക്റ്റർ പ്രൊഡക്റ്റ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. ക്ലിയർ ആയി? അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ക്രോസ് ബി കണ്ടുപിടിച്ചു. ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. സെക്കൻഡ്, ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു. മക്കളെ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് നേരത്തെ ഒരു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നു അല്ലേ? അത് നമ്മളെങ്ങനെ പഠിച്ചത്? ഒരു എ എന്ന് പറഞ്ഞൊരു വെക്റ്റർ തരുവാണെങ്കിൽ നമ്മൾ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുന്നത് വെക്റ്റർ എ ക്യാപ് ഇസ് ഈക്വൽ ടു ആ വെക്റ്റർ ബൈ അതിൻ്റെ മോഡുലസ് എന്നായിരുന്നു. ഇവിടെ എ എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കണേ. എ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഉണ്ട്, അതേപോലെ ബി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഉണ്ട്. ഈ രണ്ട് വെക്റ്ററിനും പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു വെക്റ്റർ ഉണ്ടെങ്കിൽ ആ വെക്റ്റർ കണ്ടുപിടിക്കണം. പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു വെക്റ്റർ ഉണ്ടെങ്കിൽ ഈ ഒരു വെക്റ്റർ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ്? എ എന്ന് പറയുന്ന വെക്റ്ററും ബി എന്ന് പറയുന്ന വെക്റ്ററിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു വെക്റ്റർ കണ്ടുപിടിക്കണം. ഓക്കെ. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു വെക്റ്ററിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ എന്നും പെർപെൻഡിക്കുലർ എന്നും ഒരുമിച്ച് വരുവാണെങ്കിൽ നിങ്ങൾ ഓർത്തോണം ഇതാണ് ഇക്വേഷൻ. ഏതാണ് ഇക്വേഷൻ? യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എനോടും ബിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താടാ? വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് ഓഫ് എ ക്രോസ് ബി. നമ്മൾ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചു? ഈ ഒരു സാധനം കണ്ടുപിടിച്ചല്ലേ? മോഡ് എ ക്രോസ് ബി കണ്ടുപിടിച്ചു. സോറി, എ ക്രോസ് ബി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? 4i മൈനസ് 8j മൈനസ് 1k. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തും കൂടെ വേണം? മോഡുലസ് അഥവാ മാഗ്നിറ്റ്യൂഡും കൂടെ വേണം. അപ്പോൾ അതും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. സൈഡിൽ കണ്ടുപിടിച്ച് വെച്ചു. മോഡുലസ് എ ക്രോസ് ബി. അത് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. റൂട്ട് ഓഫ് എന്താടാ റൂട്ട്? ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ക്വയർ എടുത്താൽ പോരെ അല്ലേ? 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് മൈനസ് 8ൻ്റെ സ്ക്വയർ 64 പ്ലസ് ആവും അല്ലേ? പ്ലസ് മൈനസ് 1ൻ്റെ സ്ക്വയർ 1. 64 + 74 6 80 80 1 81. റൂട്ട് 81 ഉണ്ടോ എന്ന് നോക്കുക. കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്തു നോക്കടാ. റൂട്ട് 81 എന്ന് പറയുമ്പോൾ 9 ആണ്.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് ബൈ 9. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ഒരു വെക്റ്റർ ആൻഡ് മറ്റൊരു വെക്റ്റർ. 2 വെക്റ്റേഴ്സിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രയുള്ള പരിപാടി. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ ചെയ്ത കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ അവരൊന്നും കൂടെ ചിന്തിച്ച് എഴുതാൻ വേണ്ടി തന്നിരിക്കും കേട്ടോ. എന്താ തന്നിരിക്കണമെന്ന് നോക്കി. ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ പഠിച്ച ഈ ഒരു ഇക്വേഷൻ ആണ്. ഏതാണ് ഇക്വേഷൻ? എ ക്രോസ് ബി ബൈ മോഡ് എ ക്രോസ് ബി. ഓക്കെ, ഇനി ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ. ഓക്കെ, എന്തിൻ്റെയൊക്കെയാണ്? എ പ്ലസ് ബിനോട് എ മൈനസ് ബിനോട്. മക്കളെ ശ്രദ്ധിക്കണം. എ പ്ലസ് ബി എന്ന് പറയുന്ന ഈ ഒരു വെക്റ്ററും എ മൈനസ് ബി എന്ന് പറയുന്ന മറ്റൊരു വെക്റ്ററിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു വെക്റ്റർ. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു വെക്റ്റർ കണ്ടുപിടിക്കാനാണ് എ പ്ലസ് ബിനോടും എ മൈനസ് ബിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു വെക്റ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ എ പ്ലസ് ബി, ഇതാണ് നമ്മുടെ എ പ്ലസ് ബി, ഇതാണ് നമ്മുടെ എ മൈനസ് ബി. ഈ 2 വെക്റ്ററിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു വെക്റ്റർ, ഞാൻ ഈ നീല കളർ വരച്ചിട്ടുള്ള ഈ ഒരു വെക്റ്റർ. അപ്പോൾ നേരത്തെ എനോടും ബിനോടും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്റ്റർ ആയിരുന്നു, പക്ഷേ ഇവിടെ എന്താണ്? എ പ്ലസ് ബിനോടും എ മൈനസ് ബിനോടും പെർപെൻഡിക്കുലർ ആയിട്ട് വെക്റ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? എ പ്ലസ് ബിയും എ മൈനസ് ബി ആദ്യം കണ്ടുപിടിക്കേണ്ടേടാ. യെസ്, അപ്പോൾ ആദ്യം നമുക്ക് എ പ്ലസ് ബി കണ്ടുപിടിക്കാം. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? എയും ബിയും തന്നിട്ടുണ്ടല്ലേ, കൂട്ടിയാൽ മതി, ജസ്റ്റ് കൂട്ടിയാൽ മതി. 3iയും 1iയും കൂടെ കൂട്ടിയാൽ 4i. അടുത്തത് 2jയും 2jയും കൂടെ കൂട്ടിയാൽ 4j. അടുത്ത 2kയും മൈനസ് 2kയും ക്യാൻസൽ ചെയ്ത് പോലെ 2ഉം മൈനസ് 2 കൂടെ കൂട്ടിയാൽ 0. സോ അത് 0k എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ എഴുതിയില്ലെങ്കിൽ പ്രശ്നമില്ല, ഞാൻ പക്ഷേ എഴുതുവാണ് നിങ്ങൾക്ക് തെറ്റായിരിക്കാൻ വേണ്ടി. 0k എന്നങ്ങ് എഴുതുവാണ്. k എന്ന് എഴുതിയില്ലെങ്കിലും അവിടെ 0 ആണെന്നുള്ളതാണ് അവിടുത്തെ മീനിങ്. ഓക്കെ, ഇനി അടുത്ത് എ മൈനസ് ബി. അപ്പോൾ എ പ്ലസ് ബി കണ്ടുപിടിച്ചു, ഈ സാധനം കണ്ടുപിടിച്ചു, ഇനി ഇത് കണ്ടുപിടിക്കാൻ പോവാണേ. എ മൈനസ് ബി, 3iയിൽ നിന്ന് 1i കുറച്ച് എത്രയാടാ? 2i. അടുത്തത് 2j മൈനസ് 2j, 2jയിൽ നിന്ന് 2j കുറച്ചാൽ 0j. അടുത്തത് 2k മൈനസ് 2k. മക്കളെ ശ്രദ്ധിക്കണം, 2 മൈനസ് 2. അപ്പോൾ 2 പ്ലസ് 2 എന്ന് വരത്തില്ലേ? യെസ്, 4k പ്ലസ് ആകും. അപ്പോൾ എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇത് തമ്മിലുള്ള ക്രോസ് എടുക്കണം. ഏതൊക്കെ തമ്മിൽ? ഇവ തമ്മിലുള്ള. കാരണം എന്താണ്? നമ്മുടെ ഇക്വേഷൻ എന്താണ്? യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ഇത് ആൻഡ് ഇത്. സോ ഇവ തമ്മിലുള്ള ക്രോസ് എടുക്കണം. അപ്പോൾ എ പ്ലസ് ബിയും എ മൈനസ് ബിയും തമ്മിൽ ക്രോസ് എടുക്കാം. എന്ത് ചെയ്യാം? ഐ ജെ കെ. പിന്നെ ആദ്യം എ പ്ലസ് ബിയുടെ കൺസെപ്റ്റ്, എ പ്ലസ് ബിയുടെ കമ്പോണൻസ് എഴുതുക. 4 4 0 4 4 0. അടുത്ത എ മൈനസ് ബിയുടെ എഴുതുക. 2 0 4. കൊള്ളാം അല്ലേ? സിമ്പിൾ കൺസെപ്റ്റ്. ബാക്കി നമ്മുടെ പഴയ പോലെ തന്നെ ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് ഇട്ട് കൊടുത്തേടാ. ചെയ്താൽ മക്കളെ ബാക്കി തന്നെ ചെയ്തു നോക്കിയാൽ കിട്ടുമോ നോക്കട്ടെ. ഐ ഇൻറ്റു നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മക്കളെ. ഐ ഇൻറ്റു 4 0 0 4 മൈനസ് ജെ ഇൻറ്റു 4 0 2 4 പ്ലസ് കെ ഇൻറ്റു 4 4 2 0. ഓക്കെ, ഇത്ര എഴുതി. ഇനി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആൻസറിലേക്ക് എത്തും. അപ്പോൾ എന്ത് വരും? സിക്കൽ ടു ഐ ഇൻറ്റു എന്ത് വരും ഇവിടെ? 4 × 4 16 മൈനസ് 0. അപ്പോൾ അത് 16 എന്ന് തന്നെ വരും. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു 4 × 4 16 മൈനസ് 0. അവിടെ അത് തന്നെ വരുമോ അല്ലേ? സെയിം തന്നെ വരുമോ? യെസ്, 16 മൈനസ് 0. അപ്പോൾ അതും 16 എന്ന് തന്നെ വരും. പ്ലസ് കെ ഇൻറ്റു 4 × 0 0 മൈനസ് 4 × 2 8. സോ മൈനസ് 8 എന്ന് വരും അല്ലേ? മൈനസ് 8. എന്ത് വന്നാണ് മക്കളെ? 16i. ഓക്കെ അല്ലേ? യെസ്, മൈനസ് 16j അല്ലേ? മൈനസ് 8k എന്ന് വരും അല്ലേടാ? ഇവിടെ പ്ലസ് കെയും മൈനസ് 8ഉം കൂടെ ഇൻഡ്യൂ ചെയ്യുമ്പോൾ മൈനസ് 8k എന്ന് വരും. കഴിഞ്ഞു. നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. കാരണം യൂണിറ്റ് വെക്ടറിനകത്ത് അതുണ്ടല്ലേ, അത് ആവശ്യമുണ്ട്. സോ ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് എടുക്കാൻ സിമ്പിൾ അല്ലേടാ? റൂട്ട് ഓഫ് എന്ത് വരും? 16ൻ്റെ സ്ക്വയർ. 16 സ്ക്വയർ എത്രയാണ്? 16 സ്ക്വയർ എടുക്കണമെങ്കിൽ സിമ്പിളായിട്ട് 16 സ്ക്വയർ എന്ന് എടുത്താൽ മതി.
256. സോ ഇത് 256 പ്ലസ് ഈ -16ന്റെ സ്ക്വയർ എത്ര തന്നെയാണ്? 256 പ്ലസ് 8ന്റെ സ്ക്വയർ എത്രയാണ്? 64. അപ്പോൾ എത്ര വരും? 286, 256, 512, 512, 516, 576 വരും. റൂട്ട് 576 കിട്ടിയില്ലടാ? റൂട്ട് 576 നിങ്ങൾ റൂട്ട് ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ഈ റൂട്ട് കിട്ടുവാണെങ്കിൽ ഉടനെ റൂട്ട് ഉണ്ടോ എന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതെന്ത് വരും? റൂട്ട് ഇടുക, 576 നോക്കുക. പോയിന്റ് വരുവാണെങ്കിൽ നിങ്ങൾ എഴുതണമെന്നില്ല. പക്ഷേ പോയിന്റ് ഇല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് എടുത്താൽ നല്ലത്. അങ്ങനെയല്ല, റൂട്ട് 576 എന്ന് മാത്രം ഉള്ളെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി, നോ പ്രോബ്ലം. റൂട്ട് 576 ഉണ്ട്, എത്രയാടാ? 24 കിട്ടും. സോ ഇത് റൂട്ട് ഉണ്ടെങ്കിൽ അത് എഴുതുക, 24. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് കിടക്കാം. നമ്മുടെ ആൻസർ എന്ത് എഴുതാം? Therefore യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ഏതിനോട്? ബോത്ത് എ പ്ലസ് ബിനോടും ആൻഡ് എ മൈനസ് ബിനോടും. എ പ്ലസ് ബിനോടും എ മൈനസ് ബിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ? എ പ്ലസ് ബിയും എ മൈനസ് ബിയും തമ്മിൽ ക്രോസ് എടുക്കുക, ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യുക അല്ലേ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്യുക. യെസ്. അപ്പോൾ എന്തോരം ആൻസർ നമുക്ക് കിട്ടിയായിരുന്നല്ലേ? 16i മൈനസ് 16j മൈനസ് 8k എന്നായിരുന്നു. ബൈ റൂട്ട് 576 എന്ന് എഴുതിയാലും കറക്റ്റാണ്, അല്ലെങ്കിൽ 24. റൂട്ട് ഉണ്ടെങ്കിൽ റൂട്ട് എഴുതുക. ഡെസിമൽ നമ്പർ കിട്ടുന്നെങ്കിൽ അത് എഴുതണമെന്നില്ല, കറക്റ്റായിട്ട് ആ റൂട്ട് നമ്പർ എഴുതിയാൽ മതി. അല്ലെങ്കിൽ റൂട്ട് ഉണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക. അത് എഴുതിയില്ലെങ്കിലും ഇത് തന്നെ ചുമ്മാ എഴുതി വെച്ചാൽ മതി, കറക്റ്റ് മാർക്ക് കിട്ടും. ഓക്കെ അല്ലേടാ? സെറ്റല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്കായിട്ട് ചെയ്തിട്ട് എത്ര കിട്ടിയെന്ന് പറയണം കേട്ടോ. ഓക്കെ അല്ലേടാ? അപ്പോൾ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ? സിമ്പിൾ കാര്യമാണ്, കാര്യം സിമ്പിളാണ്. പക്ഷേ 2 യൂണിറ്റ് വെക്ടർ ഉണ്ട്, രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകില്ല. യൂണിറ്റ് വെക്ടർ ആദ്യം ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടല്ലേടാ, അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? അത് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ എന്താണ്? യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എന്ന് വരുവാണെങ്കിൽ 2 വെക്ടറിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. ക്രോസ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. എന്താണ്? ഒരെണ്ണത്തിൻ്റെ അത് രണ്ടും തമ്മിൽ ക്രോസ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ അല്ലേ? യെസ്. മക്കൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്, നന്നായിട്ട് പഠിക്കുക. മക്കൾ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവിഷനായിട്ട് ലൈവ് ക്ലാസ് വേണമെങ്കിൽ നാളെ നമുക്ക് ലൈവ് ക്ലാസ് നടത്താമെന്ന് വിചാരിക്കുന്നു. മാക്സിമം കുട്ടികളെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വരിക. മാക്സിമം കുട്ടികളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം കുട്ടികളിലേക്ക് എത്തും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെയൊക്കെ ഞാൻ ലൈവ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ടൈമൊക്കെ ഞാൻ നാളെ തന്നെ തരാം. മിക്കവാറും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് തരാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിന്നോണം മക്കളെ. ഓക്കെ. അതേപോലെ തന്നെ +1 +2 ബാച്ചിലുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനത്തെ ഒരു ബാച്ച് ഉണ്ടെന്നും ഇങ്ങനൊരു അധ്യാപകനുണ്ടെന്നും ഒക്കെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളാണ് മക്കളെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനൊരാളുണ്ടെന്നും ഇങ്ങനൊരു ക്ലാസ് എടുക്കുന്ന മാത്സ് ക്ലാസ് എടുക്കുന്ന ഒരാളുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോളുക. ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 വർഷത്തേക്കുള്ള ക്ലാസ്സും ഡീറ്റെയിൽസും എല്ലാം ഞാനിവിടെ താഴത്ത് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജൂനിയേഴ്സിനും നിങ്ങളുടെ അനിയന്മാർ അനിയത്തിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് അറിയിച്ചേക്കാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണാം മക്കളെ. അതുവരേക്കും ബൈ.